ഇടുക്കി നിയോജക മണ്ഡലത്തിൽ എൻഡിഎ, എൽഡിഎഫ്, യുഡിഎഫ് മുന്നണി സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് തല പ്രചാരണ പരിപാടികൾക്കാണ് ഇന്ന് സമയം ചിലവഴിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥി കട്ടപ്പന നഗരസഭയിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി മരിയാപുരം വാഴത്തോപ്പ് പഞ്ചായത്തുകളിലും എൻഡിഎ സ്ഥാനാർത്ഥി മാത്തക്കുടി കൊന്നത്തടി പഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം പൂർത്തിയാക്കി. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇടത് വലത് എൻഡിഎ മുന്നണി സ്ഥാനാർത്ഥികൾ അവരുടെ പഞ്ചായത്ത് തല പര്യടന പരിപാടികളിൽ സജീവമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ പഞ്ചായത്ത് തല പര്യടന പരിപാടിക്ക് ഇന്ന് സമാപനവുമാണ്. കട്ടപ്പന നഗരസഭയിലാണ് ഇന്ന് അദ്ദേഹം പര്യടനം പൂർത്തിയാക്കിയത്. യുഡിഎഫ് സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് ആകട്ടെ മരിയാപുരം വാഴത്തോപ്പ് പഞ്ചായത്തുകളിലാണ് ഇന്ന് തന്റെ പര്യടന പരിപാടി സംഘടിപ്പിച്ചത്. ഇരു പഞ്ചായത്തുകളിലെയും വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭയാവട്ടെ ഇന്ന് വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകളിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. അദ്ദേഹവും ഇരു പഞ്ചായത്തുകളിലെയും വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. മൂന്ന് മുന്നണികളും പഞ്ചായത്ത് തല പര്യടനം പൂർത്തിയാക്കിയെത്തുമ്പോൾ വിജയ പ്രതീക്ഷകൾ ഇരുവർക്കുമുണ്ട്. ഇടത് വലത് മുന്നണികൾ നേർക്കുനേരാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. എൻഡിഎയും നില മെച്ചപ്പെടുത്തുവാൻ സജീവമായി രംഗത്തുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ ഭദ്രമായി 25 വർഷങ്ങളായി റോഷി അഗസ്റ്റിന്റെ കൈകളിലും ഇരുന്ന ഇടുക്കി മണ്ഡലത്തെ കൈപ്പത്തിയിലൂടെ തിരിച്ചുപിടിക്കുവാനുള്ള അതിതീവ്ര പരിശ്രമമാണ് യുഡിഎഫ് നടത്തുന്നത്. അത് ഓരോ പ്രചരണ ഘട്ടത്തിലും നേരിൽ കാണുവാനും കഴിയും. എന്നിരുന്നാൽ തന്നെയും ഇടത് വലത് മുന്നണികളുടെ ഫലം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പ്രവചിക്കുക എന്നുള്ളത് സാധ്യമാകുന്ന തരത്തിലേക്കല്ല പ്രചരണ പരിപാടികൾ നീങ്ങുന്നത്. ഇവിടെ വിജയ പരാജയങ്ങൾ ആർക്ക് എന്നറിയണമെങ്കിൽ അത് വോട്ടെണ്ണി കണ്ടേ മതിയാകൂ.